എല്ലാവർക്കും നമസ്കാരം. പ്രതികരണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. രാമായണ മാസം ആരംഭിച്ചു. എല്ലാ ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം നടക്കുന്നുണ്ട്. മിക്കവാറും എല്ലാ വീടുകളിലും അത് പതിവുണ്ട്. രാമായണത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് കൈകേയി. കൈകേയിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അവരോട് ദേഷ്യവും വെറുപ്പും ഒക്കെ തോന്നിയേക്കാം. എന്നാൽ അങ്ങനെയും വെറുക്കപ്പെടേണ്ട കഥാപാത്രമാണോ കൈകേയി? തീർച്ചയായും അല്ല. കാരണം രാമൻ ആരാണ് എന്ന് മനസ്സിലാക്കി അത് മറക്കാത്ത ഒരേ ഒരു കഥാപാത്രമാണ് കൈകേയി. വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെ ആവശ്യപ്പെട്ടുകൊണ്ട് കൊട്ടാരത്തിൽ വന്നപ്പോൾ ദശരഥൻ ഒന്നും മടിച്ചു കൊടുക്കാൻ വേണ്ടി. ആ സമയത്ത് വസിഷ്ഠൻ പറയുന്നുണ്ട്, എങ്കിലോ ദേവഗുഹ്യം കേട്ടാലുമതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതം ധരാപത്തെ മാനുഷനല്ല രാമൻ മാനവശിഖാമണി മാനമില്ലാതെ പരമാത്മാവു സദാനന്ദൻ. സാധാരണ മനുഷ്യനല്ല, സാക്ഷാൽ ഹരിനാരായണൻ്റെ അവതാരമാണ്. പിന്നെ പറയുന്നുണ്ട് രാവണവധമാണ് ഉദ്ദേശം. ഇത് കൈകേയി മനസ്സിലാക്കി. രാവണവധമാണ് രാമൻ്റെ ജന്മ ഉദ്ദേശമെങ്കിൽ തനിക്കും അതിൽ ചില കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് എന്ന് കൈകേയിക്ക് ബോധ്യമായി. അങ്ങനെയിരിക്കെ പട്ടാഭിഷേകം തീരുമാനിക്കുന്നു. കൈകേയി ചിന്തിച്ചത് മറ്റൊന്നാണ്. ഇപ്പോൾ പട്ടാഭിഷേകം നടന്നു കഴിഞ്ഞാൽ ജനങ്ങൾ പിന്നെ രാമനെ വിടില്ല. രാമൻ യുവാവായി കഴിഞ്ഞു. അപ്പം എന്ത് വേണം? പട്ടാഭിഷേകം നടക്കുന്നതിന് മുമ്പ് തന്നെ രാവണവധം നടക്കണം. അതിന് തൻ്റെ മകൻ കേകയരാജ്യത്താണ്. സഹോദരൻ കൊണ്ടുപോയിട്ടുണ്ട് യുധാജിത്ത്. അത് വരുന്നതിന് മുൻപ് വേണം. എന്താ കാരണം? വന്നു കഴിഞ്ഞാൽ രാമൻ പോവുകയാണെങ്കിൽ ഭരതനും കൂടെ പോകും. ഭരതൻ പോയാൽ ശത്രുഘ്നനും പോകും. ലക്ഷ്മണൻ നേരത്തെ തന്നെ രാമൻ്റെ കൂടെ ഉണ്ട് താനും. അപ്പോൾ രാജ്യം ആര് ഭരിക്കും? രാജാവാണെങ്കിൽ പ്രായമായി വരികയാണ്. മറ്റുള്ള അയൽവക്കത്തുള്ള രാജ്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭരതൻ ഇവിടെ നിൽക്കണം. രാമൻ വനത്തിലേക്ക് പോവുകയും വേണം. ഇതാണ് ഉദ്ദേശം. അതിനുള്ള പദ്ധതികളൊക്കെ തയ്യാറാക്കി. മുമ്പ് ലഭിച്ച 2 വരത്തെ അടിസ്ഥാനമാക്കിയിട്ട് തൻ്റെ ഈ ഉദ്ദേശം നടപ്പാക്കാൻ കൈകേയി തീരുമാനിച്ചു. ഇപ്പോൾ ദശരഥൻ ചോദിക്കുന്നുണ്ട്, നിൻ്റെ മകൻ ഭരതനെ രാജാവാക്കാം, അതിന് രാമൻ വനത്തിലേക്ക് പോകേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ദശരഥന് കൈകേയിയുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഭരതനെ രാജാവാക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. രാമൻ വനത്തിലേക്ക് പോകണം, എന്നിട്ട് രാവണവധം നടത്തണം, എന്നിട്ട് തിരിച്ചു വരണം. അതിനാണ് 14 വർഷം കൊടുത്തത്. രാമൻ രാജാവായി കഴിഞ്ഞാൽ രാമനിൽ നിന്ന് തനിക്ക് വല്ല പീഡനങ്ങളും ഏൽക്കുമോ എന്ന ഒരു ധാരണ കൈകേയിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ രാമൻ വനത്തിൽ കഴിയണം എന്നല്ലേ പറയേണ്ടത്? ആ വനത്തിലാകാമല്ലോ. എന്തിനാ ഈ 14 വർഷം കൊടുത്തത്? പലരും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതൊന്നും ശരിയല്ല. എന്താ കാരണം? പണ്ട് കാലങ്ങളിൽ ഒരു ശാസ്ത്രം പഠിക്കണമെങ്കിൽ, ഇപ്പോൾ സംഗീതം പഠിക്കണമെങ്കിൽ, ജ്യോതിഷം പഠിക്കണമെങ്കിൽ, സംസ്കൃതം പഠിക്കണമെങ്കിൽ, വേദാന്തങ്ങൾ പഠിക്കണമെങ്കിൽ ഇതിനൊക്കെ 12 വർഷത്തെ കണക്കാണ്. സംസ്കൃതം പഠിക്കുന്നതോടുകൂടി വേദങ്ങളും വേദാന്തങ്ങളും പഠിക്കണം. 12 വർഷം, ഒരു വ്യാഴവട്ട കാലമാണ് അതിൻ്റെ കണക്ക്. രാമൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ് രാവണവധം എന്നുള്ളത്. അതിന് 12 വർഷം വേണം. എങ്ങനെ വേണം? യോഗിയായി കഴിയണം. കാരണം ഭോഗിയായ രാവണനെ ശാസിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഒരു ഭോഗിയെ ശാസിക്കണമെങ്കിൽ ഒരു യോഗിക്കേ അധികാരമുള്ളൂ. അതുകൊണ്ടാണ് രാമൻ വനത്തിൽ എങ്ങനെയാണ് കഴിയേണ്ടത് എന്ന് കൈകേയി പറഞ്ഞത്. ഭൂപതി വീരൻ ജടാവൽക്കലം പൂണ്ടു താപസവേഷം ധരിച്ചു വനാന്തരെ കാലം 14 സംവത്സരം വാഴണം മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതേ. രാമൻ മൂലഫലങ്ങൾ, കിഴങ്ങ് പഴം മാത്രം ഭക്ഷിച്ചുകൊണ്ട് 14 വർഷം കഴിയണമെന്ന് പറഞ്ഞിട്ടുണ്ട്.
തനിക്ക് രാമനിൽ നിന്ന് ദോഷം ഏൽക്കുമെങ്കിൽ രാമൻ വനത്തിൽ പോയിട്ട് എങ്ങനെ കഴിഞ്ഞാലെന്താ? അത് കൈകേയിയെ ബാധിക്കില്ലല്ലോ. പക്ഷെ കൈകേയി ഇത് പറയാൻ കാരണം ഒരു യോഗിയായിട്ട് വേണം കഴിയാൻ, അതുള്ളത് കൊണ്ടാണ് മൂലഫലങ്ങൾ കഴിച്ച് കഴിയണം എന്ന് പറയാൻ കാരണം. അതാരും മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ ഈ 2 വർഷം കൂടുതൽ എന്തിനാ കൊടുത്തത് വിചാരിച്ചാൽ അയോധ്യ കിടക്കുന്നത് വടക്കാണ്, ലങ്ക കിടക്കുന്നത് തെക്കുമാണ്. നടന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ഇങ്ങോട്ട് വിമാനത്തിൽ വരാം, ഇങ്ങോട്ട് വിമാനത്തിലാണ് താനും വന്നത്, പുഷ്പക വിമാനത്തിൽ. അങ്ങോട്ട് നടന്ന് വേണം പോകാൻ. അതിനാണ് 2 വർഷം കൂടുതൽ കൊടുത്തത്. അങ്ങനെ 14 വർഷം, 12 വർഷം ആ ധർമ്മം പ്രാവർത്തികമാകാൻ വേണ്ടിയുള്ള പരിശ്രമം. യോഗിയായിട്ട് 12 വർഷം ജീവിക്കുക, പിന്നെ 2 വർഷം അങ്ങോട്ട് പോകാനും പിന്നെ ഇങ്ങോട്ടും. ഈ കൊടുത്ത വർഷം വളരെ കൃത്യമായിരുന്നു. 14 വർഷം പൂർത്തിയാകുന്ന അന്നാണ് രാമനിർദ്ദേശത്താൽ ഹനുമാൻ ഭരതനെ കാണുവാൻ വേണ്ടി അയോധ്യയിലേക്ക് വരുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ദുഷ്ടനാണോ, ദുഷ്ടയാണോ കൈകേയി? അല്ല, രാമൻ്റെ ധർമ്മത്തിൽ സഹായിച്ചവളാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് രാമൻ വനത്തിൽ എങ്ങനെ കഴിയണം എന്നൊക്കെ പറഞ്ഞത്. മൂലഫലങ്ങൾ ഭജിച്ച്. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചിദാനന്ദപുരി സ്വാമികൾ പറയുണ്ടായി, രാമൻ വനത്തിൽ മാനിനെ തിന്നിട്ടുണ്ട്, പന്നിയെ തിന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാനതിനെ എതിർത്തുകൊണ്ട് പോസ്റ്റ് വീഡിയോയും ചെയ്തു. എല്ലാവർക്കും എന്നോട് ദേഷ്യം തോന്നാം. കാരണം ചിദാനന്ദപുരി സ്വാമികൾ എന്ന് പറഞ്ഞ ലോകപ്രസിദ്ധനാണ്, എന്നേക്കാൾ വളരെയധികം ജ്ഞാനമുള്ള ആളാണ്. അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുമുണ്ട്. അതൊക്കെ ശരിയാണ് എന്ന് വെച്ച് വേണ്ടാത്തത് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കണം. മാത്രമല്ല രാമൻ തന്നെ പറയുന്നുണ്ട്, ചതുർദശകി വർഷാണി വത്സ്യാമി വിജനേ വനേ മധുമൂലഫലൈർജീവൻ ഹിത്വാ മുനിവദാമിഷം. 14 വർഷം മുനികളെ പോലെ മധുമൂലഫലൈർജീവൻ, തേന്, കിഴങ്ങ്, പഴം മാത്രം ഭക്ഷിച്ചുകൊണ്ട് ഞാൻ കഴിയുന്നതാണെന്ന് സത്യം ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ ഇങ്ങനെ രാമൻ മാംസം ഭക്ഷിക്കുന്നത് ചിന്തിക്കണ്ടേ? അപ്പോൾ പണ്ഡിതനാണ് എന്ന കാരണത്താൽ എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ചിട്ട് നമ്മൾ അംഗീകരിക്കാൻ പറ്റില്ല. അംഗീകരിക്കുന്നവരുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ താഴെ ചിദാനന്ദപുരി സ്വാമികളെ വിമർശിക്കാൻ നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിച്ചു വന്നിട്ടുണ്ട്. അതതിൻ്റെ ഒരു വശം. പക്ഷേ ഞാൻ പറയുന്ന അപ്പടി കേൾക്കണം എന്നല്ല, ചിന്തിക്കൂ. ഇങ്ങനെ 2 സന്ദർഭങ്ങളുണ്ട് അവിടെ. ഒന്ന് രാമൻ തന്നെ പറയുന്നുണ്ട്, അത് വാൽമീകി രാമായണത്തിൽ. പിന്നെ കൈകേയി ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് രാമൻ മാംസം ഭക്ഷിക്കുക? ചിന്തിക്കണ്ടേ? കഥയിലൂടെയല്ല, കഥാപാത്രങ്ങളിലൂടെ. പിന്നെ ആയികരണം കാരണം ക്ഷത്രിയനല്ലേ കഴിച്ചൂടെ? ക്ഷത്രിയനാണ് എന്ന് കരുതി കഴിച്ചോളം നിർബന്ധമുണ്ടോ? ഉണ്ടോ? ബ്രാഹ്മണർ ഭക്ഷണം കഴിക്കില്ല എന്നുണ്ട്, എന്ന് വെച്ച് കഴിക്കില്ല എന്നുണ്ടോ? EMS നമ്പൂതിരിപ്പാട് ചിക്കൻ കറി അത്ര സ്ഥിരം കഴിക്കുക, അങ്ങനെ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിലൊന്നും കാര്യമില്ല. ക്ഷത്രിയനാണ് എന്ന കാരണത്താൽ മാംസം ഭക്ഷിച്ചോളം നിർബന്ധമൊന്നുമില്ല. മനസ്സിലായില്ലേ? അത് കഴിച്ചോളണം എന്ന് നിർബന്ധമുണ്ടോ? അതൊന്നുമില്ല. മാത്രമല്ല വെറും ക്ഷത്രിയനല്ല, സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് അല്ലേ? ഒരു മൃഗത്തെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അധർമ്മമല്ലേ? അധർമ്മത്തെ കൊണ്ടാണോ അധർമ്മത്തെ നേരിടുക? അല്ലല്ല, അധർമ്മത്തെ നേരിടേണ്ടത് ധർമ്മം കൊണ്ടാണ് നേരിടേണ്ടത്. ഒരു ജീവിയെ കൊല്ലുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്, സംശയമൊന്നുമില്ല. അത് ഭക്ഷണത്തിനായാലും വേണ്ടില്ല, ഈശ്വര സേവയ്ക്കായാലും വേണ്ടില്ല, അത് തെറ്റ് തന്നെ. പിന്നെ ജനങ്ങൾ ചെയ്യുന്നു, അതുകൊണ്ട് ഭൂരിപക്ഷം ജനങ്ങളും മത്സ്യമാംസങ്ങൾ കഴിക്കുന്നവരാണ്. അല്ലെങ്കിൽ കൂടുതൽ പേര് ഇങ്ങനെ ആരാധിക്കുന്ന സമയത്ത് ഈ മൃഗങ്ങളെ കൊല്ലുന്നതാണ് എന്നൊക്കെ കരുതി ന്യായമായിക്കൊള്ളണമെന്നില്ല. കൂടുതൽ ആൾക്കാർ ചെയ്യുന്നു എന്ന കാരണത്തിൽ അത് ശരിയാണോ? അതല്ലല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ കൈകേയി ദുഷ്ട കഥാപാത്രമൊന്നുമല്ല, നല്ല കഥാപാത്രം തന്നെയാണ്. രാമൻ്റെ രാവണവധത്തിന് സഹായം ഏറെ ചെയ്ത വ്യക്തി കൂടിയാണ്. ചിന്തിക്കുക. ഞാൻ പറഞ്ഞത് അപ്പടി കേൾക്കണം എന്നല്ല, ചിന്തിക്കുക. പ്രത്യേകിച്ച് ഈ മാംസഭക്ഷണത്തിൻ്റെ കാര്യം. നന്ദി, നമസ്കാരം.